ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ജെൻട്രപ്പിലേറ്റ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി സ്റ്റോറീൻ്റെ ഫസ്റ്റ് പാർട്ട് കേട്ടോ. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ് നിർത്തിയിട്ടുള്ളത് PCOD മാറി അതിന് ശേഷം കൺസീവ് ആകാനുള്ള കാര്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ. ഇപ്പോൾ PCOD ഒക്കെ മാറിയതിന് ശേഷം 2-3 മാസത്തോളം 4 മാസമൊക്കെ വെച്ച് പീരിയഡ്സ് റെഗുലറായിക്കാണ്ട് വന്നിട്ടുണ്ടായിരുന്നത് കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞങ്ങളുടെ ഈ വീടിൻ്റെ, അതായത് പടപ്പറമ്പത്തെ വീടിൻ്റെ ഹൗസ് വാമിങ് വന്നത്. അപ്പോൾ ഹൗസ് വാമിങ്ങിനാണെങ്കിൽ കുറച്ച് പണി ഇവിടെ അല്ലറ ചില്ലറ വീട് പണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 ആഴ്ചത്തോളം ഞങ്ങളിങ്ങനെ എന്നും രാവിലെ വരും, വൈകുന്നേരം പോകും, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ 2 ആഴ്ചൻ്റെ ഉള്ളിൽ പീരിയഡ്സ് ലേറ്റായി. ഞാൻ വിചാരിച്ചു എന്ത് ഇതുവരെ പീരിയഡ്സ് ഫുള്ള് റെഗുലർ ആയിക്കാണ്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ ഇപ്പം എന്താ പെട്ടെന്നൊരു ഇങ്ങനെ ലേറ്റ് ആയതെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാനും ഈ ഒരു വീട് പണീൻ്റെ ആ തിരക്കിലായതുകൊണ്ട് തന്നെ ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ PCOD പിന്നെ ഉണ്ടായിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം, അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു സ്പോട്ടിങ് പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ബ്ലഡ് കമ്മി ഉണ്ടാവും, ബ്ലഡ് ഓൾവേസ് ആയി തന്നെ കമ്മിയുള്ള ആളാണ് ഞാൻ. അപ്പോൾ ബ്ലഡ് തീരെ ഉണ്ടാവില്ലേക്കരും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് വിചാരിച്ചു. ഞാൻ അത്ര വില കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു. ഹൗസ് വാമിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാ പരിപാടിയും ഇതേപോലെ തന്നെ, അതുവരെ പീരിയഡ്സ് ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്. ഹൗസ് വാമിങ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മോർണിംഗിൽ എണീക്കുമ്പോൾ ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. എനിക്ക് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുക, അങ്ങനെ ഒരു രീതി വന്നു. ഭയങ്കര വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പെട്ടെന്ന്, ആദ്യത്തെ ദിവസം വോമിറ്റിംഗ് ഉണ്ടായപ്പോൾ ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ഫുഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഏക്കരെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം തുടർന്ന് 2-3 ദിവസം ഇതേപോലെ ഒരു വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ കാക്കുവിനോട് പറഞ്ഞു, ചെറിയൊരു സംശയമുണ്ട്, കൺസീവ് ആയിട്ടുണ്ടോ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ 3 ദിവസം ഒരു 1.5, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1.5 കൊല്ലത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ 1.25 കൊല്ലത്തോളമൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിന് ശേഷം കുറേ ആൾക്കാരെത്തുന്നത് പ്രഗ്നൻ്റ് ആയില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പിന്നെ അതിൻ്റെ ഇടയിൽ ഈ PCOD എന്ന സംഭവം ഒക്കെ പാടായപ്പോൾ തന്നെ പിന്നെ ഇങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിട്ടോ. ഞാൻ കാക്കുനോട് വന്നുകൊണ്ട് പറഞ്ഞു, ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ് എന്ന് പറഞ്ഞ അപ്പം തന്നെ ഞങ്ങൾ കാക്കുവിനെ വീട്ടിൽ എല്ലാവരോടും വിളിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലും എല്ലാവരോടും വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓൽക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. കുറേ ആയാലും കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ഇതിൽ ഓൽക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടോ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്ടറെ പോയിക്കാണ് കൺസിഡർ ചെയ്യാമെന്നാണ്. ഞങ്ങൾ എത്തിയില്ല, ഒരു ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോയത്. ഡോക്ടറെ അടുത്തേക്ക് പോയിക്കാണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെസ്റ്റിംഗ് കാർഡ് കൊടുത്തപ്പോൾ പോസിറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം അപ്പോഴൊക്കെ നല്ല വോമിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ മെഡിസിനൊക്കെ തന്നതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് മെഡിസിൻ കഴിഞ്ഞതിന് ശേഷം വരാൻ പറഞ്ഞ് സ്കാനിങ് എടുക്കാൻ, ഡേറ്റ് സ്കാനിങ് എടുക്കാൻ, എത്രത്തോളം അയക്കണേ, കുട്ടിക്ക് എത്രത്തോളം വളർച്ച അയക്കണേ, എത്ര ആയി, പ്രഗ്നൻ്റ് ആയിട്ടെന്നൊക്കെ അറിയാൻ നമുക്ക് അത്ര വലിയ ക്ലിയർ ഇല്ലല്ലോ, എന്നാണ് ആയതെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ഡേറ്റ് സ്കാനിങ്ങിന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ചെറിയൊരു സ്പോട്ടിങ് പോലെ ബ്ലീഡിങ് വന്നു. അപ്പോൾ ഞാൻ കാക്കുനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ പോയി ഡോക്ടറെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്പോട്ടിങ് പോലെ ബ്ലീഡിങ് വന്നതും ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ഇപ്പോൾ തന്നെ സ്കാനിങ് ചെയ്ത് നോക്കാൻ പറഞ്ഞതിന് ശേഷം സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മൾ ഡേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 ആഴ്ചൻ്റെ വളർച്ച ഉണ്ടാവണം കുട്ടിക്ക്. 8 അല്ലെങ്കിൽ 10 ആഴ്ചൻ്റെ വളർച്ചയാണ് കുട്ടിക്ക് ആവശ്യമുള്ളത്. പക്ഷേ സ്കാനിങ്ങിൽ റിസൾട്ടിൽ 6 ആഴ്ചൻ്റെ വളർച്ചയുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് PCOD ഉണ്ടായിരുന്ന ആളല്ല, അപ്പോൾ ഓവുലേഷനൊക്കെ ബാക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും ഡേറ്റ് ഇങ്ങനെ വ്യത്യാസം വന്നത്. നമുക്കൊരു 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് ഒരട്ടം കൂടി സ്കാനിങ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. കുറച്ച് മെഡിസിനും കാര്യങ്ങളും തന്നുകയും ചെയ്തു. അതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. അപ്പോഴും സ്കാനിങ് ചെയ്തപ്പോൾ ഇതേപോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല, 6 ആഴ്ചൻ്റെ വളർച്ച ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങളൊരു സമാധാനത്തിന് ഡോക്ടർ പറഞ്ഞു ഒരട്ടം കൂടി നമുക്കൊന്ന്
സ്കാനിങ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞതിന് ശേഷം 3ാമത്തെ സ്കാനിങ്ങും ചെയ്തു. ആ സ്കാനിങ് ചെയ്തപ്പോഴും ഇതുപോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല, 6 ആഴ്ചൻ്റെ വളർച്ചനെ ഉള്ളായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല, നമുക്കിത് അബോർട്ട് ചെയ്ത് കളയാം, അല്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ആവുമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മളെ ഗർഭാശയത്തിൽ ഇങ്ങനെ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ പൊഴുപ്പ് വന്നിക്കാണ്ട് കുറേ ക്രിട്ടിക്കലാകും, അതുകൊണ്ട് നമുക്കിത് അബോർട്ട് ചെയ്ത് കളയണമെന്നും പറഞ്ഞു. അങ്ങനെ അബോർട്ട് ചെയ്ത് കളയാനുള്ള ഒരു രീതിയിലായതുകൊണ്ട് ഞങ്ങളത് അബോർട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അവിടെ അപ്പം തന്നെ അഡ്മിറ്റ് ആയതിന് ശേഷം മെഡിസിന് വെച്ചു, അത് അങ്ങനെ കളഞ്ഞു. എല്ലാവർക്കും പ്രഗ്നൻ്റ് ആയതേ അറിഞ്ഞിട്ടുള്ളൂ, അബോർട്ടായി പോയത് വല്ലാതെ ആരും അങ്ങോട്ട് അറിഞ്ഞിട്ടില്ലേനു. അപ്പോൾ റിലേറ്റീവ്സും കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി എത്ര മാസമായി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളപ്പോൾ പറഞ്ഞു ഇങ്ങനെ അബോർട്ടായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓൾക്ക് മുഖത്തൊരു സഹതാപം, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. അങ്ങനെ ഇരിക്കെ ഈ ഒരു അബോർഷൻ ആയതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കൺസീവായി. ആ കൺസീവ് ആയതിന് ശേഷം നമുക്ക് ഡോക്ടറെ ഇതേപോലെ തന്നെ കാക്കുവിൻ്റെ ഫാമിലിക്ക് വിളിച്ച് പറഞ്ഞു, എൻ്റെ ഫാമിലിക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ വിളിച്ച് പറയുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ വീണ്ടും ഡോക്ടറേക്ക് പോയി. ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞു ഇങ്ങനെ പറ്റൂല കേട്ടോ, അത് ഒരു ആദ്യത്തെ പ്രഗ്നൻ്റ് ആയിക്കാണ്ട് അത് അബോർട്ടായി പോയതിന് ശേഷം ഒരു 3 മാസമെങ്കിലും റെസ്റ്റ് വേണമായിരുന്നു, എന്നിട്ട് അടുത്ത ഒരു പ്രഗ്നൻസി നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അത്ര വല്ല ഒന്നും കാര്യമാക്കിയിട്ടില്ലേനു. പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ ശേഷം ഇതേപോലെ 2 ആഴ്ചക്ക് മെഡിസിൻ തന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് സ്കാനിങ് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം എന്താ വെച്ചാൽ അന്ന് ആദ്യത്തെ പ്രഗ്നൻ്റ് പോകാൻ കാരണം തന്നെ ഞങ്ങൾ ശ്രദ്ധ എന്ന കാര്യമില്ലേനു. കാരണം വെച്ചാൽ ഞാൻ പീരിയഡ്സ് ലേറ്റ് ആയപ്പോൾ എന്തെങ്കിലും നോക്കാമായിരുന്നു. അപ്പോൾ ഞാൻ PCOD ആണെന്ന് വിചാരിച്ചത്. വീടിൻ്റെ പണിൻ്റെ തിരക്കിലായതുകൊണ്ട് ഞാൻ അത്ര വല്ല കാര്യമാക്കിയില്ല, PCOD ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് അന്ന് അത്ര ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോഴും അതുപോലെ ഈ ഓട്ടോയിൽ വന്നപ്പോഴൊന്നും ഞാൻ അത്ര വല്ല കാര്യമാക്കിയിട്ടില്ലേനു. അപ്പോൾ ഇത് 2ാമത്തെ പ്രഗ്നൻസിയിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉള്ളത്, വേറെ പുറത്തേക്കൊന്നും പോകണമൊന്നുമില്ല, അപ്പോൾ റെസ്റ്റ് തന്നെയാണല്ലോ, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ സ്കാനിങ് ചെന്നു. സ്കാനിങ് ചെയ്തപ്പോൾ ഇതേ സിറ്റുവേഷൻ തന്നെ, ഒരു മാറ്റമില്ല. 2 ആഴ്ചത്തെ വളർച്ച, ഒരു 8 ആഴ്ചൻ്റെ വളർച്ച ഇല്ലോടത്ത് 6 ആഴ്ചൻ്റെ വളർച്ചയുള്ളൂ, 6-7 ആഴ്ചൻ്റെ വളർച്ച ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രഗ്നൻസിയിൽ സ്കാനിങ്ങിൽ ചെറിയൊരു കുട്ടീൻ്റെ ഡോട്ട് ഉണ്ടായിരുന്നു. ഇത് ഡോട്ടില്ലാതെ ആ ഒരു കുട്ടി കിടക്കുന്ന സാക്ക് ഉണ്ടാവില്ല, സഞ്ചി എന്ന് പറയുന്നത്, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴും ഡോക്ടർ പറഞ്ഞു എന്നാൽ ഇതേപോലെ തന്നെ ആയിരിക്കും, നമുക്ക് 1 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞു. 1 ആഴ്ച സ്കാനിങ് ചെയ്ത് നോക്കി, അപ്പോഴും ഇതേ സിറ്റുവേഷൻ തന്നെ, ആ സാക്ക് മാത്രമുള്ള ഒരു ഡോട്ട് പോലും അവിടെ വന്നിട്ടില്ല. അപ്പോഴും പിന്നെയും ഞങ്ങൾക്ക് ഒരു സമാധാനത്തിന് വീണ്ടും സ്കാനിങ് ചെയ്തു. അങ്ങനെ 3 സ്കാനിങ് ഇതിനും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വല്ല മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതും ആദ്യത്തെ പോലെ തന്നെയാണ്, വളർച്ച കമ്മിയുണ്ട് കുട്ടിക്ക്, അതുകൊണ്ട് നമുക്കിത് ഹാർട്ട് ബീറ്റ് ഒന്നും വരാത്തത് കാരണം നമുക്കിത് അബോർട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടറെ പറയുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതെ ഡോക്ടറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന് അറിഞ്ഞിട്ട് അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ വേറെ പോയി കണ്ട് ഡോക്ടറെ പോയി കൺസിഡർ ചെയ്തു. അപ്പോഴും അവിടുത്തെ ഡോക്ടറും ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്, ഇതേപോലെ തന്നെയാണ്, വല്ല മാറ്റമൊന്നുമില്ല, ഇങ്ങനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം വന്ന ഡോക്ടറേക്ക് തന്നെ വന്നു. എന്നിട്ട് അബോർട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞപ്പോൾ എന്നായിക്കോട്ടെ അബോർട്ട് ചെയ്ത് കളയാം എന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റ് ആവണോ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റഡ് ആവണ്ട, നിങ്ങൾക്ക് മെഡിസിന് തരാം, അവിടെ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചാൽ മതി, അപ്പോൾ മെഡിസിൻ അവർ തരും, ആ മെഡിസിന് നിങ്ങൾ വീട്ടിൽ പോയി കണ്ട് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തിക്കാണ്ട് വെച്ചാൽ മതി, അല്ലാതെ ഞങ്ങളെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിക്കാണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് മെഡിസിൻ വെച്ചതിന് ശേഷം രാത്രി കിടക്കുമ്പോൾ വെക്കാനാണ് പറഞ്ഞത്. അങ്ങനെ രാത്രി കിടന്നതിന് ശേഷം ഞങ്ങൾ വെച്ചു. ഞാൻ കിടന്നുറങ്ങി. പക്ഷെ കിടന്നുറങ്ങാന്ന് പറയാൻ ഒരു 10 മണി ആയപ്പോഴാണ് മെഡിസിൻ വെച്ചത് കേട്ടോ. അതിന് ശേഷം ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത വയറുവേദന അപ്പം തന്നെ തുടങ്ങി. ഒരു 2 മണിക്കൂർ നേരം നമ്മൾ കിടന്നോടത്ത് തന്നെ കിടക്കണം എന്നാണ് അന്ന് ആ ഡോക്ടർ പറഞ്ഞത്. അതേപോലെ 2 മണിക്കൂർ നേരം ഞാൻ കിടക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ അത്രക്കും സഹിക്കാൻ കഴിയാത്തൊരു വേദനയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല, ഒരാൾ അനുഭവിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞ്
അവർക്ക് മനസ്സിലാവുള്ള, അല്ലാതെ ഒരാൾ പറഞ്ഞ് കേൾക്കുമ്പോൾ എത്രത്തോളം നമ്മൾ വേദന സഹിച്ചത് ആർക്കും മനസ്സിലാവില്ല കേട്ടോ. അപ്പം എന്താ വെച്ചാൽ ഇതിങ്ങനെ ഒരു സിറ്റുവേഷൻ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം, അപ്പോൾ അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്രമാത്രം നല്ല വേദന ഉണ്ടായിരുന്നു വെച്ചാൽ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എന്നെ കൊണ്ട് കിടക്കാൻ കഴിയില്ലാന്ന് തോന്നിയതോടെ അങ്ങനെ 11:30ക്ക് ശേഷം മാക്സിമം 11:30 വരെ പിടിച്ച് വെച്ചതിന് ശേഷം ഞങ്ങൾ ടോയ്ലറ്റിലേക്ക് പോയി. ടോയ്ലറ്റ് പോയതിന് ശേഷം എന്താ സംഭവിച്ചത് എന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ കയ്യും കാലും വറക്കാണ്. കാരണം വെച്ചാൽ അത്രക്കും ബ്ലീഡിങ് ആയിരുന്നു. ബാത്റൂമൊക്കെ പോയതേ ചോർമുള്ള അമ്മാതിരി ബ്ലീഡിങ് എന്ന് പറയുക എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞുതരാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാകുള്ളൂ. അമ്മാതിരി ബ്ലീഡിങ് പറഞ്ഞാൽ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എനിക്ക് ഒന്ന് നടക്കാൻ പോയിട്ടൊന്ന് എണീക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ബ്ലീഡിങ് പൊയ്ക്കൊണ്ടിരിക്കുകയും. അപ്പോൾ ഓവർ ബ്ലീഡിങ് ആദ്യമൊന്നും അത്ര വലിയ ബ്ലീഡിങ് ഇല്ലാത്തത് കാരണം എൻ്റെ അമ്മ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതിന് ശേഷം ഓവർ ബ്ലീഡിങ് ആയപ്പോൾ വീട്ടുകാരും എല്ലാവരും ടെൻഷനായി. ഞങ്ങൾക്ക് അപ്പം തന്നെ രാത്രി അതിൻ്റെ ഉള്ളിൽ 2 മണി മുതൽ ഞാൻ ഈ 11:30ക്ക് ടോയ്ലറ്റിലേക്ക് പോയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് രാത്രി 2 മണിക്കാണ് കേട്ടോ. അതുവരെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുക, എന്താ കാട്ട നീക്കാൻ കഴിയണില്ല. നീച്ചാൽ ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താ ചെയ്യേണ്ട അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മാനോട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നമുക്ക് അപ്പം തന്നെ തലമിന്നലും ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയി, ബ്ലഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കല്ലേ. അപ്പം അതുകൊണ്ട് കൂടി തലമിന്നലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ കുറച്ച് കഞ്ഞിവെള്ളവും കാര്യങ്ങളൊക്കെ തിന്നു. എന്നിട്ട് നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം തന്നെ അവിടെ ഇരുത്തത്തൊരു ആളെ വണ്ടിയിൽ ഞങ്ങൾ പോന്നു. ഡോക്ടറെ അടുത്ത് പോയതിന് ശേഷം ഞങ്ങൾ ഈ ഒരു ഡോക്ടറെ കാണിച്ചിരുന്ന ഒരു ക്ലിനിക്കിലേനു. ആ ക്ലിനിക്കത്തെ ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ പറഞ്ഞു രാത്രി ആയതുകൊണ്ട് ഡോക്ടർ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് സമയത്തൊക്കെ ഇവലിനെ താങ്ങി പിടിച്ച് പോകട്ടെ, അല്ലാതെ നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു അന്ന് ഞാൻ. ഭയങ്കര ശരീരം മുഴുവനും ഈ ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കുഴഞ്ഞ് പോയിക്കാണ്ട് ഞാൻ ഇന്നൊരാളിങ്ങനെ താങ്ങണം, അങ്ങനെ വെച്ച് നടക്കാൻ കഴിയുള്ളതിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടർ പറഞ്ഞ കാരണം ഞങ്ങൾ ഈ ഡോക്ടറിൻ്റെ തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അപ്പോഴും രാത്രിയല്ലേ, അപ്പോൾ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉള്ളൂ, അല്ലാതെ ഡോക്ടർ വന്നിട്ടില്ല. ഇനി നാളെ വന്നിട്ട് വേണം കുട്ടീനെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. അപ്പം എന്നാലും ഈ തൽക്കാലത്തിന് ഈ ബ്ലീഡിങ് നിൽക്കാനുള്ള മെഡിസിന് നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് നാളെ ഡോക്ടർ വന്നതിന് ശേഷം ഡോക്ടർ പറയട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്നു, ഇഞ്ചക്ഷന് ബ്ലഡ് നിൽക്കാനുള്ള ഇഞ്ചക്ഷന് വെച്ചു കേട്ടോ. അതിനുശേഷം രാവിലെ മോർണിംഗിന് ഡോക്ടർ വന്നു. ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് ബ്ലീഡിങ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നാൽ നമുക്ക് അടുത്തുനിന്ന് അബോർഷന് ചെയ്ത് കളയണം നോക്കണമല്ലോ, എത്രത്തോളം ഉണ്ട് എന്നറിയില്ലല്ലോ ഇനി ബാക്കിയുള്ളത്. അപ്പോൾ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ 3/4 ഇനിയും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാലും ഇനി മെഡിസിൻ വെച്ചിക്കാണ്ട് പോകും എന്ന് തോന്നുന്നില്ല, നമുക്ക് DNC ചെയ്യേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്നാൽ DNC ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി DNC ചെയ്യാൻ. അങ്ങനെ ഡോക്ടർ DNC ചെയ്തു എന്ന് ഞങ്ങളോട് പറഞ്ഞു. DNC ചെയ്തല്ലോ, ഒക്കെ ക്ലിയറായി. ഒരു 2 ദിവസം അവിടെ അഡ്മിറ്റഡ് ആയിക്കാണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോന്നു. ഡിസ്ചാർജ് ചെയ്ത് പോന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇനി ചെറിയ ബ്ലീഡിങ് ഉണ്ടാവും, ആ ബ്ലീഡിങ് നിന്നതിന് ശേഷം ഒന്നും കൂടി വന്ന് സ്കാനിങ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് ഒക്കെ നിന്നു. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം സ്കാനിങ് പോയി ചെയ്തു. അപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ അപ്പോൾ ഞങ്ങൾ സ്കാനിങ് സെൻറ്ററിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ചോദിച്ചു ഇത് എന്തിനാണ് ഈ സ്കാനിങ് എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു DNC ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ മുഴുവനായിട്ട് പോയിക്കണോ ഇല്ലയെന്ന് അറിയാനാണ് ഈ ഒരു സ്കാനിങ് ചെയ്യണത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത്ര വല്ല അറിയില്ലല്ലോ, ഇതിൻ്റെ പറ്റിയൊന്നും കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു DNC ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് പോയിട്ടുണ്ടാകും, അപ്പോൾ ഈ ഒരു സ്കാനിങ്ങിൻ്റെ ആവശ്യം തന്നെ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു പന്തികേടില്ല പോലെ തോന്നി. അപ്പോൾ എന്തായാലും സ്കാനിങ് ചെയ്ത് നോക്കാൻ പറഞ്ഞതിന് ശേഷം ഡോക്ടർ സ്കാനിങ് ചെയ്തു. സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങളോട് ഇതേപോലെ തന്നെ ഉണ്ട്, ഭാഗത്തോളം ഇനിയും ഉണ്ട്, ആകെ ഒരു 50% പോയിട്ടുള്ള ഇനിയും 50% പോകാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോട് നിങ്ങൾക്ക് എന്നാൽ DNC ചെയ്തിട്ടുണ്ടാവില്ല, DNC ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ആകൂല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ നമ്മളോട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് DNC ചെയ്തിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു റിസൾട്ടും കൊണ്ട്
എന്നെ നോക്കിയിരുന്ന എന്നെ DNC ചെയ്ത ആ ഡോക്ടറേക്ക് പോയി. അപ്പോൾ റിസൾട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് DNC ചെയ്തിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ യൂട്രസ് വളഞ്ഞിട്ടായതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, മഞ്ചേരിക്കോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും, ക്യാമറ വെച്ചിക്കാണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നാണ് അന്ന് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി, ഇനി എന്താ ചെയ്യാന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങൾ എന്നാൽ ആ ഡോക്ടർ പറയണ അത്ര വില, പിന്നെ എനിക്ക് നല്ല പെയിൻ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിരുന്ന DNC ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരേനോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു DNC ചെയ്തിട്ടുണ്ട്, പക്ഷേ DNC ചെയ്തത് മുഴുവനാക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു ആ ഡോക്ടർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്നു. അവിടുന്ന് ഡോക്ടറിനോട് പറഞ്ഞു കാണ്ട് ഞങ്ങൾ വേറെ ഡോക്ടറെ അടുത്ത് പോവാണ് പറഞ്ഞു കാണ്ട് അവിടുന്ന് പോകുന്നതിന് ശേഷം വേറെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം റിസൾട്ടും കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിലത്തെ വലിയ ഡോക്ടറുടെ അടുത്തേക്ക് കൊടുത്തു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഒരു വട്ടം DNC ചെയ്തുകൊണ്ട് നമുക്കിനി DNC എന്നൊരു ഓപ്ഷന് ചെയ്യാൻ പറ്റൂല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ ആയി ഞങ്ങൾക്കാണ് അത് ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞു അവിടുത്തെ വലിയ ഡോക്ടർമാരും എല്ലാ ഡോക്ടർമാരും കൂടിക്കാണ്ട് ആലോചിച്ചതിന് ശേഷം കേട്ടോ. അപ്പം അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലത്തെ ആൾക്കാരും ഞങ്ങളോട് ഇങ്ങനെ DNC ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പിന്നെ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തുണ്ടായിട്ടില്ലേനു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ കാക്കുവിൻ്റെ ഫ്രണ്ട് ഒരാൾ ഞങ്ങളോട് ഇവിടെ ഒരു മഞ്ചേരിയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയിക്കാണ്ട് നമുക്ക് നോക്കാം, അവിടെ ഒരു പറയുന്ന എമൗണ്ട് കൊടുക്കേണ്ടി വരും, പക്ഷെ DNC ചെയ്ത് തരും എന്ന് പറഞ്ഞു. നമുക്ക് DNC ചെയ്യൽ അല്ലാതെ വേറെ നിവർത്തിയില്ല, കാരണം വെച്ചാൽ അത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോളം ഇന്നെയാണത് ബാധിക്കുക, അതുകൊണ്ട് DNC ചെയ്യണം, നിർബന്ധമുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ പോയതിന് ശേഷം ആ ഡോക്ടറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ചെയ്തു തരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലും പ്രശ്നമാവോ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ പേടിക്കാതെ വരുമെന്ന് പറഞ്ഞതിന് ശേഷം ഡോക്ടറെ അടുത്ത് പോയി എമൗണ്ടൊക്കെ കൊടുത്തതിന് ശേഷം അങ്ങനെ DNC ചെയ്തു. ആ DNC ചെയ്തതിന് ശേഷം തന്നെ അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു കേട്ടോ. കുറച്ച് ദിവസം റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 മാസത്തോളം ഡോക്ടർ ഞങ്ങളോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ പാർട്ട് 2, എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിൻ്റെ പാർട്ട് 2 എന്ന് പറയുന്നത്. 2 വട്ടം അബോട്ടായി പോയതിന് ശേഷമാണ് എൻ്റെ 3 മക്കളെ ഞാൻ പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരുന്നുണ്ട്, നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.